ടാരോട്ട് ഹീലിംഗ് വിത്ത് ശ്രീരുദ്രയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ തലക്കെട്ട് എന്താണെന്നാൽ ഞാൻ എന്ത് ചെയ്യണം എനിക്ക് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉണ്ടാകാൻ എന്നുള്ളതിനെ കുറിച്ചാണ്. 3 കാർഡ് സ്പ്രെഡാണ്. നമുക്കപ്പോൾ റീഡിങ്ങിലേക്ക് കടക്കാം കൂട്ടുകാരെ. പാസ്റ്റിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന കാർഡ് 10 ഓഫ് പെൻറ്റക്കിൾസ് എന്ന കാർഡാണ്. പെൻറ്റക്കിൾസ് എന്ന കാർഡ് ഭൂമിതത്വത്തെ കുറിക്കുന്ന കാർഡാണ്. കൂടാതെ അത് സമ്പത്തിനെയും ആരോഗ്യത്തിനെയും ഈ കാർഡ് സൂചിപ്പിക്കുന്നു. 10 എന്ന നമ്പർ പരിവർത്തനത്തിനെ സൂചിപ്പിക്കുന്നു. കൂടാതെ സമ്പത്തിനെയും പാരമ്പര്യത്തിനെയും ധനാഗമനത്തെയുള്ള സൂചനകൾ ഈ കാർഡ് നൽകുന്നുണ്ട്. ഫിനാൻഷ്യലി നിങ്ങൾ ഓൾറെഡി സ്റ്റേബിൾ എന്നാണ് ഈ കാർഡ് പറയുന്നത്. ഹെൽത്ത്, വെൽത്തും യൂണിവേഴ്സ് നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. ധനസമ്പാദനത്തിനുള്ള യാത്രയിൽ നിങ്ങൾ വിജയം കൈവരിച്ചിരിക്കുന്നതായി കാണുന്നുണ്ട്. സമൃദ്ധിയും സന്തോഷവും സമാധാനവും നിങ്ങളുടെ ജീവിതത്തിലുണ്ട്. കുടുംബത്തോടൊപ്പം സമാധാനത്തോടെ സന്തോഷത്തോടെ കഴിയാനാണ് യൂണിവേഴ്സ് നിങ്ങളോട് ആവശ്യപ്പെടുന്നത്. എന്നാൽ നിങ്ങളൊരു മാറ്റത്തെക്കുറിച്ചും ചിന്തിക്കുന്നതായി കാണുന്നുണ്ട്. അത് ബിസിനസ്സിലോ ഔദ്യോഗിക ജീവിതത്തിലോ താമസം മാറുന്നതിനെയൊക്കെ കുറിച്ചൊക്കെ ആകാം എന്ന് കാണുന്നു. അങ്ങനെ എന്തായാലും പ്രപഞ്ചത്തിൻ്റെ അനുഗ്രഹം ഇപ്പോൾ നിങ്ങൾക്കുണ്ട്. നിങ്ങൾക്ക് കിട്ടിയ നന്മകളിൽ സുഖസൗകര്യങ്ങളിൽ അല്പം ചാരിറ്റി നൽകുക, മറ്റുള്ളവരെ സഹായിക്കുക. കൂടുതൽ അനുഗ്രഹങ്ങൾ നിങ്ങളിൽ ഉണ്ടാകും. ഇനി പ്രസൻറ്റിലെ കാർഡ് ദ എംപറസ് എന്ന മേജർ ആർക്കാന കാർഡാണ്. ഈ കാർഡ് നിങ്ങൾ കാണുന്നില്ലേ? സമൃദ്ധിയെ, സമ്പത്തിനെയൊക്കെ ഇത് സൂചിപ്പിക്കുന്നുണ്ട്. പാസ്റ്റിലെ കാർഡ് സൂചിപ്പിച്ചതുപോലെ നിങ്ങളിപ്പോൾ ഫിനാൻഷ്യലി സ്റ്റേബിൾ ആണ്. യൂണിവേഴ്സ് സമൃദ്ധി നൽകി നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കുന്നു. സിംഹാസനത്തിൽ ഉപവിഷ്ടയായിരിക്കുന്ന സമ്പന്നയായ ഒരു സ്ത്രീയുടെ കിരീടം ശ്രദ്ധിച്ചാൽ അതിലെ 12 രത്നങ്ങൾ നിങ്ങൾക്ക് കാണാം. ഇത് രാശിമണ്ഡലത്തിനെ, അതായത് 12 രാശികളെ ഇത് സൂചിപ്പിക്കുന്നു. കഴുത്തിലെ മാലയിലെ 9 മുത്തുകൾ നവഗ്രഹങ്ങളെയും കുറിക്കുന്നു. ഈശ്വരൻ്റെ അനുഗ്രഹം, നവഗ്രഹങ്ങളുടെ ബ്ലെസ്സിങ് നിങ്ങൾക്കുണ്ട് എന്ന് കാണുന്നു. സെലഷ്യൽ ബ്ലെസ്സിങ് നിങ്ങൾക്കുണ്ട്. ഈശ്വരാനുഗ്രഹത്തിൽ ധർമ്മ, അർത്ഥ, കാമമോക്ഷങ്ങൾ നിങ്ങൾക്ക് ഉണ്ടെന്നും കാണുന്നുണ്ട്. മാതൃത്വത്തിനെയും ഈ കാർഡ് സൂചിപ്പിക്കുകയാണ്. ഒരു മാതാവിൻ്റെ പരിലാളനയോടെ നിങ്ങൾ മുന്നോട്ട് പോവുക. ഫ്യൂച്ചറിലെ കാർഡ് ടെമ്പറൻസ് എന്ന മേജർ ആർക്കാന കാർഡാണ്. ചിത്രത്തിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും ഒരു മാലാഖ തൻ്റെ കയ്യിലുള്ള 2 കപ്പുകളിലും തുല്യമായി ജലം പകരുന്നത്. അതിനാൽ ഈ കാർഡ് സന്തുലിതാവസ്ഥയെ, മിതത്വത്തെയൊക്കെ സൂചിപ്പിക്കുന്നുണ്ട്. പാസ്റ്റിലെയും പ്രസൻറ്റിലെയും കാർഡുകൾ നിങ്ങൾക്കുള്ള സാമ്പത്തിക ഉന്നതിയെ സൂചിപ്പിക്കുന്നു. എന്നാൽ ഈ കാർഡ് പ്രപഞ്ചം നൽകിയ ഈ സമ്പത്തിനെ മിതമായി സന്തുലിതാവസ്ഥ നിലനിർത്തി കൊണ്ടുപോകാനാണ് ആവശ്യപ്പെടുന്നത്. അനാവശ്യ ചിലവുകൾ ഒഴിവാക്കുക. ജലം ഒഴുകുന്നതാണ്. അതുപോലെ മിതത്വം ജീവിതത്തിൽ പാലിക്കാതിരുന്നാൽ ധനം ഒഴുകിപ്പോകും. നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ലഭിക്കുകയില്ല. ഈശ്വരനുമായി അഭേദ്യമായ ബന്ധം ഇതിൽ കാണുന്നുണ്ട്. ആന്തരിക സൗഖ്യവും നിങ്ങൾക്കുണ്ട്. ഈ 3 കാർഡുകളും ചേർത്ത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് യൂണിവേഴ്സ് നിങ്ങൾക്ക് അനുവദിച്ചു നൽകിയ സമ്പത്ത് നിങ്ങൾ അധ്വാനിച്ചുണ്ടാക്കിയ അല്ലെങ്കിൽ കുടുംബപരമായി കിട്ടിയതാകാം. അതിനെ പരിപാലിക്കുക. അനാവശ്യമായി ചെലവഴിക്കരുത്. ഗുരു കാരണവന്മാരുടെ ബ്ലെസ്സിങ് കിട്ടിയ സമൃദ്ധിയെ പരിപോഷിപ്പിക്കുക. സന്തുലിതാവസ്ഥ നിലനിർത്തി ജീവിക്കുക. ചാരിറ്റി നൽകുക. ഇതൊക്കെ നോക്കി ജീവിച്ചാൽ തന്നെ ഫിനാൻഷ്യലി നിങ്ങൾ സ്റ്റേബിൾ ആകും, സംശയമില്ല. അപ്പോൾ റീഡിംഗ് നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. വീണ്ടും ഒരു വീഡിയോയിലൂടെ കാണുന്നതുവരെ നന്ദി, നമസ്കാരം.